ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ചെറിയൊരു കൃഷിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഇത് ഞാൻ പച്ചമുളക് നട്ടിരിക്കുകയാണ്. ചെറിയ ചീനമുളക് നട്ടിരിക്കാനാണ് കാണിക്കുന്നത് കേട്ടോ. ഈ സൈഡിലായിട്ട് പൊന്നാങ്കണ്ണി ചീരയാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇത് നല്ല പരിപ്പിലിട്ട് വെക്കാനും പിന്നെ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ അത് ജ്യൂസായിട്ട് കുടിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീര. പിന്നെ ഇത് ഈ സൈഡിലും പൊന്നാങ്കണ്ണി ചീരയാണ് ഉള്ളത്. പിന്നെ ഈ സൈഡിൽ ഒരുപാട് ഉണ്ടായിരുന്നു പൊന്നാങ്കണ്ണി ചീര. അത് കുറച്ചൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു, ഒരുപാട് കാടായി നിൽക്കണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഇതാണ് കേട്ടോ മല്ലിച്ചെപ്പ്. ഇതിൻ്റെ ഈ വിത്തിൽ നിന്ന് വിത്ത് ഇങ്ങനെ തെറിച്ചിട്ടാണ് ഇവിടെയൊക്കെ കണ്ട ഇഷ്ടം പോലെ മല്ലിച്ചപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിത്തിൽ നിന്ന് ഇങ്ങനെ തെറിച്ചിട്ടാണ് മല്ലിച്ചപ്പ് ഇവിടെ ആകെ കണ്ടില്ലേ. നമ്മൾ ഇറച്ചിക്കറിയിലും അങ്ങനെയൊക്കെ ഇടാനായിട്ട് ബിരിയാണിയിലും ഒക്കെ ഈ മല്ലിച്ചപ്പ് ഇടും. പിന്നെ ചീര ചെറുതായിട്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ അലോവര. കാര്യമായിട്ടുണ്ടായില്ല, 2 ഉണ്ടായത്. പിന്നെ 2-3 ഞാൻ നട്ടുണ്ടായിരുന്നു. ഒരു 3 എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ആകെ 1-2 ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മളുടെ ഈ തുളസിയാണ് കേട്ടോ. പിന്നെ ഇതാണ് പിന്നെ പനിക്കൂർക്ക. ചില നാട്ടിൽ പനിക്കൂർക്ക എന്ന് പറയാം, ഞങ്ങളിവിടെ കഞ്ഞിക്കൂർക്ക എന്നാണ് പറയുക. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കാട് പിടിച്ചിട്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ വെട്ടിക്കളഞ്ഞു. ഫുള്ളായി ഞാൻ പറിച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ നല്ല ഭാഗങ്ങൾ വീണ്ടും നട്ടു. ഒരുപാട് കാടായി നിൽക്കും. ഇതിൻ്റെ ഇടയിൽ തവളകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് പനിയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായ ഒരു സാധനമാണല്ലോ ഈ കഞ്ഞിക്കൂർക്ക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. ഇത് ഞങ്ങളിതിന് സാമ്പാർ ചീര എന്നാണ് പറയുക കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക? ഇതിൻ്റെ ഈ വിത്തും ഇതുപോലെ തന്നെ വിത്ത് തെറിച്ചിട്ടാണ് ഇത്. ഒരെണ്ണം നമ്മൾ നട്ടു കൊടുത്താൽ മതി, ഒരു ചെറിയൊരു തണ്ട് നട്ടു കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും. ഇതും ഈ പറയുന്ന പോലെ തന്നെ ഞാൻ കുറച്ചൊക്കെ പറിച്ച് കളഞ്ഞ് നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമായിട്ട് കുറച്ച് നിർത്തുകയാണ് ചെയ്തത് കേട്ടോ. ഇതാണ് നമ്മുടെ അങ്ങാടി മുളക് എന്ന് പറയില്ലേ, പച്ചമുളക്. ഇതൊക്കെ അങ്ങനെ അങ്ങാടി മുളക്. ഇതിൻ്റെ കണ്ട ഇലകൾ ചെറുതായിട്ട് ഇങ്ങനെ കുരുടിച്ച പോലെ. ഇതിന് എന്താണ് റെമഡീസ് എന്ന് പറഞ്ഞു തരണേ. പിന്നെ ഇത് സാമ്പാർ ചീര തന്നെയാണ്. പച്ചമുളക് കണ്ട പച്ചമുളക് അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും പൊട്ടിക്കാറുണ്ട്. വീഡിയോ എടുക്കുന്ന ദിവസം കുറവാണെങ്കിലും ഉണ്ട്. ഒരു 10-15 ഉണ്ട്. കണ്ടില്ലേ, ഒരു 5-10 ടൈലുണ്ട് ഈ പച്ചമുളകിൻ്റെ തന്നെ. ഇതൊക്കെ ഉണ്ടായത് ഇത് റെഡ് കളറുള്ള ചീരയാണ് കേട്ടോ, ചുവന്ന ചീര. ഈ വിത്തിൽ നിന്നാണ് ഇതൊക്കെ ഇങ്ങനെ. ഞാൻ ഇത് പറിക്കാതെ തന്നെ അവിടെ ഇട്ടിരിക്കും. വിത്ത് പാവണ സമയത്ത് നമുക്ക് ഉറുമ്പ് വന്നതൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഈ വിത്തിൽ നിന്ന് തന്നെ താഴത്ത് വീണിട്ട് ഉണ്ടാവണതാണ്. ഇഷ്ടം പോലെ ചീരകളാണ് ഉണ്ടായിരിക്കുന്നത്. ചെറിയ ചെറിയ ചീരകൾ, ഇഷ്ടം പോലെ ചീരകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇഷ്ടം പോലെ ചീരകളാണ്. കടയിൽ നിന്ന് ഒരു കെട്ട് ചീരക്ക് നമ്മൾ 25 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ നല്ല വളമൊന്നും നമ്മൾ സാധാ പിന്നെ വേസ്റ്റ് ബക്കറ്റിലാക്കി വെച്ചിട്ട് അതൊക്കെയാണ് നമ്മൾ പിന്നെ അത് നന്നായി കമ്പോസ്റ്റ് ചെയ്തിട്ട് അതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചീനമുളക് ഇതിൻ്റെ ഒരു ഭാഗം ചെറുതായി മുരടിച്ച് വന്നപ്പോൾ ഞാൻ കളഞ്ഞു. പിന്നെ ഇവിടെ മുളക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൂക്കൾ വീണ്ടും ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, പച്ചമുളക് നമ്മൾ ഇതിൽ നിന്ന് കുറേ പറിച്ച് നമ്മൾ സുറുക്കയിലൊക്കെ ഇട്ട് വെച്ച്. പിന്നെ ഇത് വാഴ അതിൻ്റെ വാഴയുടെ കുഞ്ഞി ഇപ്പുറത്ത് വലിയ അത് 4-5 വാഴകളുണ്ട്. ഇതിലൊരു കുറേ നമ്മൾ ഉണ്ടാവുമ്പോഴേ കുലയ്ക്കണ സമയത്ത് അത് വെട്ടിക്കഴിയുമല്ലോ. പിന്നെ അതിൻ്റെ ഭാഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളതാണ് ഇതൊക്കെ. ചീനമുളക് ഇതിൻ്റെ ഇല പിന്നെ കുരുടിച്ച് നിൽക്കുന്നുണ്ടില്ലേ. ഇതാണ് കേട്ടോ, ഇതിൽ നിന്നുണ്ടായത് തന്നെയാണ് ഈ ചീനമുളകിൻ്റെ ചെടി തന്നെയാണ് ഇത്. ഈ ചീനമുളക് തന്നെയാണിത്.
പിന്നെ ഇതാണ് ചെറുനാരകം. 2-3 കൊല്ലമായി നമ്മൾ ഈ ചെറുനാരകം നട്ടിട്ട് ഇതുവരെയും അതിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണേ, എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. പ്രതീക്ഷിക്കുന്നു നമ്മൾ. പിന്നെ ഇതാണ് നമ്മൾ നട്ടങ്ങ എന്ന് പറയില്ല, നൊട്ടങ്ങ. അത് ചില നാട്ടുകളിൽ പിന്നെ ഞൊട്ടങ്ങ, ചില സ്ഥലത്ത് നാരങ്ങ അങ്ങനെയൊക്കെ പറയും. നല്ലതാണ്. ഇവിടെ ഉണ്ട് അതിൻ്റെ തെയ്യ്. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞങ്ങൾ പറിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. നല്ലതല്ലേ. നേരെ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കി അതിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാട് ഇപ്പം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇത് ചീനമുളക് തെയ്യാണ് കേട്ടോ. ഇതേ ചെറുനാരകത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് നമ്മളെ ചെറിയ പിന്നെ കൃഷിയുടെ ഒക്കെ ചെറിയ കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മളൊരു വളരെ ചെറിയ കൃഷി ഒക്കെ ഉള്ളൂ എങ്കിലും ഉള്ളത് നമ്മൾക്ക് വളരെ യൂസ്ഫുള്ളായ സാധനങ്ങളാണ്. പിന്നെ വെണ്ട, പിന്നെ തക്കാളി, ഇതൊക്കെ നമുക്ക് നടണം ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നെ പെരിച്ചാഴി മാന്തി അതൊക്കെ പോയി. ഇതാണ് കേട്ടോ ആടലോടകം, ചെറിയ ആടലോടകം. ഇത് നമുക്ക് ചുമയ്ക്കും കഫക്കെട്ടിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ നീര് പിഴിഞ്ഞ് നമ്മൾ നാടൻ കോഴിമുട്ടയിൽ നീരൊഴിച്ചിട്ട് അത് പിന്നെ പൊരിച്ച് കഴിക്കുകയാണെങ്കിൽ, നല്ല ജീരകമൊക്കെ ഇട്ടിട്ട് പൊരിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചുമ പെട്ടെന്ന് മാറും. കഫക്കെട്ടുകളൊക്കെ നല്ല ഭേദമാവും നമുക്ക്. ചെറിയ ആടലോടകമാണിത്. 2 സൈസിലുണ്ടല്ലോ, അതിലെ ചെറിയ ആടലോടകമാണിത്. പിന്നെ ഞാൻ ഒരു മില്ലിൻ്റെ അവിടെ പോണ സമയത്ത്, അരി പൊടിപ്പിക്കാൻ മില്ലിൽ പോണ സമയത്ത് പറിച്ചു കൊണ്ടുവന്നാണ്. ഇപ്പം നന്നായി ഉണ്ടായി. നമ്മുടെ ചെമ്പരത്തി, ഇത് തെങ്ങ്, നമുക്ക് ആകെ ഒരു തെങ്ങുള്ളൂ. വേറൊരു തെങ്ങ് ഉണ്ടായിരുന്നു, 2 തെങ്ങുണ്ടായിരുന്നു. അത് ഒന്ന് കായ്ക്കാത്ത കാരണം ഞാൻ മുറിച്ച് കളഞ്ഞു. പിന്നെ എന്നിട്ട് അവിടെ ഒരു ചെറിയ തെങ്ങിൻ്റെ നട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴത്ത് കണ്ട നമ്മൾ വെള്ളം ഒഴിക്കണ സമയത്ത് നമ്മൾ അതിന് തെങ്ങിൻ്റെ തടത്തുനിന്ന് കുറച്ച് നീങ്ങിയിട്ട് നമ്മൾ ചീരയും പിന്നെ തുളസി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഇത് നമ്മളൊന്നും പറിച്ച് കളയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും ആവശ്യം വരുന്നതാണ്. എപ്പോഴും തുളസി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആവശ്യം വരുന്നതല്ലേ. കണ്ടില്ലേ, ഇഷ്ടം പോലെ ചീര ഉണ്ട്. നമുക്ക് ഒരു വളങ്ങളൊന്നും ഇടാത്ത നല്ല അടിപൊളി ചീരയുണ്ട്. കണ്ടില്ലേ, നല്ല ചീരകളാണ്. പിന്നെ അത് ചേമ്പാണ് കേട്ടോ. ഒരുപാട് ചേമ്പ് ഞാൻ നട്ടിരുന്നു. പക്ഷേ എങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ മുള്ളംപന്നി വന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതുണ്ടാക്കിയിട്ട് പിന്നെ അടിയിൽ അത് നശിപ്പിച്ച് പോയി. അത് കാരണം ഇപ്പോൾ 2-3 ചേമ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള 2-3 മുടി ചേമ്പ് മാത്രമാണ് ഞാൻ വെക്കാറ്. നമ്മൾ കടയിൽ നിന്ന് വല്ല കപ്പ കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അതിലിട്ട് പിന്നെ ഇഷ്ടമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കൂവയാണ് കേട്ടോ. കൂവ കണ്ടില്ലേ, നമ്മളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം. കാരണം ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല. ഉള്ള സ്ഥലത്ത് കൂവ ഇത് നമ്മൾ പറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ആ പൊടി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ 2-3-4 പ്രാവശ്യം കഴുകി അതിങ്ങനെ വെള്ളത്തിൽ ഊറി വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിലത്തിട്ട് ഉണക്കി നല്ല ഭദ്രമായി എടുത്ത് വെക്കുക. കുട്ടികൾക്ക് പോലെ വയറ്റുന്ന പോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ അത് കുറുക്കി കുടിക്കാം. നല്ലതാണല്ലോ ശരീരത്തിന്. ഞങ്ങളിവിടെ അങ്ങനെ ഇത് പറിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെറിയൊരു തോതിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ. ഇത് നമ്മൾ തുളസി ഞാൻ ഒരിക്കലും നശിപ്പിച്ച് കളയില്ല. എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. ഇതാണ് സിക്രുമാണി ചീര എന്നാണ് ഇതിന് പറയുക കേട്ടോ. നിങ്ങളവിടെ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ചെറിയ ചെറിയ തുളസികളൊക്കെയാണ് നമ്മൾ പറിച്ച് കളയാതെ അങ്ങനെ തന്നെ നിർത്തിയേക്കുന്നത്. ഇതാണ് കേട്ടോ ഉറുമാൻ പഴം. ഇത് ചിലവർ സീതപ്പഴം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പിന്നെ ഉറുമാമ്പഴം നമുക്ക് കിട്ടി. പക്ഷെ ഇപ്രാവശ്യം ഉണ്ടായത് കണ്ടില്ലേ, എല്ലാം ഒരു കേട് പോലെ, ഒരു വെള്ള ഇതുണ്ടാവും, പൂപ്പൽ പോലെ വന്നിരിക്കുന്നത്. നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊന്നും കഴിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൂപ്പൽ പോലെയുള്ള കാരണം. ഇതൊന്ന് കളയാൻ എന്താണ് മാർഗം എന്നൊന്ന് പറഞ്ഞു തരണേ. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ നല്ലതാണ്. 1-2 നല്ലതായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെയൊക്കെ ഇതേപോലെ കണ്ടില്ലേ, കേട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ കിളികളൊക്കെ കുത്തി എന്നിട്ടാണ് പോവാറ്. പിന്നൊക്കെ വാഴകളാണ് കൂടുതൽ. പിന്നെ പൂവ് നമുക്ക് കണ്ടില്ലേ, കേട് കണ്ടില്ലേ ഉറുമാമ്പഴത്തിന്. പിന്നെ നമുക്കിവിടെ വാഴകളുണ്ട്. കഴിഞ്ഞാൽ വാഴകൾ പിന്നെ
ഇതൊക്കെ ഉറുമാമ്പഴത്തിൻ്റെ ഉണ്ട് കേട്ടോ, അതൊന്നും കാണിക്കുന്നുണ്ടോ വാഴ. ഇത് പൂവനാണ് കേട്ടോ, ഈ കൊല കണ്ടില്ലേ. പിന്നെ ഈ വാഴപ്പഴം ഇത് പൂവൻകായാണ്. ഇവിടെ പൂവനും ഞാലിപ്പൂവനാണുള്ളത്. പിന്നെ നേന്ത്രവാഴ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഒരു പ്രാവശ്യം അത് കുലച്ചുള്ളൂ, പിന്നെ അത് നമ്മൾ വെട്ടിക്കളഞ്ഞു ഉണ്ടാവാതെ അങ്ങനെ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇവിടെയൊക്കെ വാഴകൾ തന്നെയാണ് കേട്ടോ, ഇഷ്ടംപോലെ വാഴകളാണ്. ഞാലിപ്പൂ നമ്മൾ 2016 ഇത് വെച്ചത്. നമ്മൾ മാറ്റി കുഴിച്ചിടുമ്പോൾ തീരെ ഉണ്ടാവുന്നില്ല. അപ്പം ഞാൻ പിന്നെ അത് അവിടെ തന്നെ നിർത്തി. അതിൻ്റെ ഉണ്ണി എന്നാണ് ഇവിടെ പറയുക. അതിൻ്റെ കിഴങ്ങ് വീണ്ടും ഉണ്ടാവുമല്ലോ അതിന്. വേണ്ട, ഇത് ഞാലിപ്പൂവനാണ്. ഞാലിപ്പൂവൻ നമ്മൾ 2 കൊല മുന്നേ വെട്ടിയിരുന്നു. പിന്നെ അതേപോലെ ഞാലിപ്പൂവൻ്റെ ഒരു ചെറിയ കൊല നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉണ്ണിപ്പിണ്ടി നല്ലതാണ് കേട്ടോ, പൂവൻ്റെയും പിന്നെ ഞാലിപ്പൂവൻ്റെ ഉണ്ണിപ്പിണ്ടി വളരെ ബെസ്റ്റ് സാധനം. എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ണിപ്പിണ്ടിയുടെ ഒക്കെ ഗുണം എന്തെന്ന്. ചില നാട്ടിൽ വാഴപ്പിണ്ടി എന്ന് പറയും, നമ്മളിവിടെ ഉണ്ണിപ്പിണ്ടി എന്നാണ് പറയുക. പിന്നെ അതാണ്ട് ചെറിയ കൊലയാണത്, പിന്നെ ഞാലിപ്പൂവൻ്റെ. ഇതെല്ലാം ഞാലിപ്പൂവൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് കൃഷിയൊന്നുമില്ല, ഉള്ളത് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു തെങ്ങ് മുറിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് ഒരു തെങ്ങിൻ തൈ വെച്ച് ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് പറഞ്ഞത്, അറിയില്ല. അപ്പോൾ വെച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതെ നമ്മൾ ഇതാ തെങ്ങ് മുറിച്ചത് ഞാനിങ്ങനെ അധികം എവിടെയും ഇടാൻ സ്ഥലമില്ലാത്ത കാരണം നമ്മളിങ്ങനെ കുത്തി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാണ് മുട്ടപ്പഴം. ഞങ്ങളിവിടെ മുട്ടപ്പഴം എന്നാണ് പറയുക. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക? നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറ്. കുട്ടികൾക്കും എനിക്കും അത് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. അത് കാരണം ഞാനിത് പിന്നെ നന്നായി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊരു 2 വർഷത്തോളമായി. ചെറിയ തൈ പോലെ തന്നെ നിൽക്കുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കൃഷിയിടം. ചെറിയൊരു കൃഷിയിടമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ. കണ്ടില്ലേ, ഞങ്ങളുടെ ഈ മതിലിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ കണ്ടില്ലേ പെരിച്ചാഴി കണ്ടില്ലേ, ഇവനാണ് നമ്മുടെ കൃഷിയൊക്കെ കുത്തി നശിപ്പിക്കുന്ന ആൾ. ഇവനും മുള്ളം പന്നി. അപ്പോൾ 9 എണ്ണത്തിനെ ഞങ്ങൾ പിടിച്ചു, ഇനിയും പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ, കമൻ്റ് ഇടണേ. ഇതൊക്കെയാണ് കേട്ടോ. ഇതും ഞാലിപ്പൂവൻ തന്നെയാണ്. അതെ, ചീനമുളകാണ്. നിങ്ങളുടെ നാട്ടിൽ ചീനമുളക് എന്ന് തന്നെയല്ലേ ഇതിന് പറയാറ്. പിന്നെ ചീനമുളക്, ചിലർ ചീനമിളക് എന്ന് പറയും, ചിലർ മുളക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇനിയുള്ളത് മുരിങ്ങയാണ് കേട്ടോ. കണ്ട ചീനമുളക് ഉണ്ടായിട്ട് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേ പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഞങ്ങൾ പറിച്ച് സുർക്കയിൽ ഇട്ടച്ച കാരണം വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ബട്ടർ. ഇതിപ്പോൾ ഒരു 2-3 മാസത്തോളമായി, 2-3-4 മാസത്തോളമായി ഞാൻ അങ്ങനെ നട്ടിട്ട്. ചിലർ പറയുന്നത് ബഡ് ചെയ്താലാണ് നമുക്ക് പിന്നെ കായ ഉണ്ടാവുള്ളൂ എന്ന്. എന്തായാലും ഞാനിതിൻ്റെ പിന്നെ കായ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കായ കുഴിച്ചിട്ടതാണ്. ഉണ്ടാവും ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഇതാണ് എൻ്റെ മുല്ല. ഒരുപാട് നാളത്തെ എൻ്റെയോടൊപ്പം ഉള്ളതാണ് ഈ മുല്ല. ഏകദേശം ഒരു 10-17 വർഷമായി ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഒരു 4-5 മുല്ലപ്പൂ വരും. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. ഇതാണ് മുരിങ്ങ. കണ്ടോ, വളരെയധികം ഉയരത്തേക്കാണ് മുരിങ്ങ പഴുക്കുന്നത്. എന്നാലും എനിക്ക് എല്ലാ പ്രാവശ്യവും ഇതിൽ നിന്ന് നന്നായി മുരിങ്ങക്കായ കിട്ടാറുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇഷ്ടംപോലെ മുരിങ്ങക്കായ. ഒരുപാട് ഉയരത്തിലാണെങ്കിലും ഞാനും എൻ്റെ കുട്ടികളും കൂടിയിട്ട് വളരെയധികം പരിശ്രമത്തോടു കൂടി ഞങ്ങൾ ഇത് പറിച്ചെടുക്കാറുണ്ട്. തോട്ടിയൊക്കെ വെച്ച് പറിച്ചെടുക്കും. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ എൻ്റെ ഒരു ചെറിയ ഒരുപാട് വിപുലമായ കൃഷിത്തോട്ടമൊന്നുമല്ല ഉള്ളത്. പിന്നെ